എനിക്കിനി ആരെയും കാണേണ്ടതില്ല. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നെന്ന് സുകുമാരൻ നായർ. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നെന്ന് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർ. പ്രസ്ഥാനത്തിന്റെ ആവശ്യത്തിനു വേണ്ടി മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് മറുപടി പോലും തന്നിട്ടില്ല. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. ഇനി മുഖ്യമന്ത്രിയെ കാണാൻ താനില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചാൽ തിരിച്ചു വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമായിരുന്നെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായർ തന്റെ PA വിളിച്ചിരുന്നെന്നും പിന്നീട് താൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. ഇതിനോടാണ് സുകുമാരൻ നായരുടെ പ്രതികരണം. വിളിച്ചപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞത് എറണാകുളത്ത് വന്നാൽ കാണാമെന്നാണ്. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാമെന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രിയും വിളിച്ചിട്ടില്ല, PAയും വിളിച്ചിട്ടില്ല, സുകുമാരൻ നായർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് നമ്മളുടെ പിന്തുണ ആവശ്യപ്പെടുകയും ഞങ്ങൾ പരസ്യമായി പിന്തുണ അവർക്ക് കൊടുക്കുകയും ചെയ്തു. പ്രവർത്തകരും കരയോഗങ്ങളുമെല്ലാം സജീവമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ജയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിപാടുണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സതീശനെ കാണാനല്ല അനുവാദം ചോദിച്ചത്, മുഖ്യമന്ത്രിയെ കാണാനാണ്. ഒരു വോട്ടറാണ് ഞാൻ. പ്രമുഖ സമുദായ നേതാവ് എന്ന പരിഗണന പോലും ഉണ്ടായില്ല. ആരുടെയും മുന്നിൽ പിച്ചുചട്ടിയുമായി പോയിട്ടില്ല. മുൻപുള്ള മുഖ്യമന്ത്രിമാർ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പിണറായി വിജയനെ ഞാൻ അവിടെ പോയി കണ്ടിട്ടില്ല. പക്ഷേ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ഫോൺ ഉടനെ എടുക്കും, അല്ലെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കും, തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അനുഭവം. മുഖ്യമന്ത്രിയെ കാണാൻ ഇനി വ്യക്തിപരമായി താല്പര്യമില്ല, സുകുമാരൻ നായർ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിമർശനത്തോടും സുകുമാരൻ നായർ പ്രതികരിച്ചു. സുരേഷ് ഗോപി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ചൂലുകൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറയുന്നത്? NSSനെ സുരേഷ് ഗോപി ഒരു പുല്ലും ചെയ്യില്ല. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ, അദ്ദേഹം അവിടെ പോയി ശുദ്ധീകരിക്കട്ടെ. NSSനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം സ്വയം തീർന്നിട്ടേ ഉള്ളൂ. NSSനെതിരായ പ്രസ്താവനകൾക്ക് പിന്നിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്ക് ഉപരാഷ്ട്രപതിയെ കൂടി വലിച്ചിഴച്ചു, സുകുമാരൻ നായർ പറഞ്ഞു.